ബെഞ്ചുസ്താദ് നമുക്കറിയാം, അള്ളാഹുവിന് വേണ്ടി തന്റെ ജീവിതം മുഴുവൻ ഒഴിഞ്ഞുവെച്ച മഹാനായിരുന്നു. അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിതം നയിച്ച് മാതൃകാപരമായ ജീവിതം കാണിച്ചു തന്ന മഹാനായ വലിയായിരുന്നു മഹാനായ ബെഞ്ചുസ്താദ് എന്ന് നമുക്കറിയാവുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട പ്രധാനി കൂടിയാണ്. മഹാനവറുകളുടെ ജീവിതം നമുക്കറിയാം, വളരെ ലളിതമായ ജീവിതമായിരുന്നു. ഭൗതികമായ നേട്ടങ്ങളൊന്നുമില്ലാതെ ആത്മീയമായ ചിന്തയുമായി കൊണ്ട് ജീവിക്കുകയും തൻ്റെ അടുക്കിലേക്ക് വരുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് ഉപദേശങ്ങൾ നൽകാനും ഒക്കെ തന്നെ ചെയ്തുകൊണ്ട് മാതൃക കാണിച്ച മഹാനായിരുന്നു. അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയും അവർക്ക് അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അള്ളാഹു എന്ന ഏക ലക്ഷ്യത്തോടുകൂടി ജീവിക്കുന്ന ആളുകൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുന്നു. അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുമ്പോൾ അള്ളാഹു അവർക്ക് കറാമത്തുകൾ നൽകി അവരെ അനുഗ്രഹിക്കുന്നു. അവർ ചോദിക്കുന്ന കാര്യങ്ങൾ അള്ളാഹു അവർക്ക് ഉത്തരം നൽകുന്നു. അതിലൂടെ നിരവധി ആളുകൾ മഹാനവറുകളുടെ ആ പ്രാർത്ഥനകൾക്ക് വേണ്ടി ജീവിതകാലത്ത് അദ്ദേഹത്തെ സമീപിക്കുകയും അവരുടെ പ്രയാസങ്ങൾ മഹാനവറുകളോട് ഉണർത്തുകയും മഹാനവറുകൾ അള്ളാഹുവിനോട് ആ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ആളുകളുടെ പ്രയാസങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. നിരവധി ആളുകൾക്ക് മഹാനവറുകളുടെ സാന്നിധ്യത്തിലൂടെ മഹാനവറുടെ പ്രാർത്ഥനയിലൂടെ അനുഗ്രഹം ലഭിച്ചതൊക്കെ തന്നെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അത്രമാത്രം അള്ളാഹുവുമായി അടുത്ത അഭേദമായ ബന്ധം പുലർത്തിയ മഹാനായിരുന്നു തിപ്പഞ്ചി മുഹമ്മദ് മുസ്ലിം സമൂഹത്തിന് വേണ്ടി അദ്ദേഹം ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. പാണക്കാട് കുടുംബവുമായി തന്നെ വളരെ അഭേദമായ ബന്ധം പുലർത്തിയ മഹാനവർ കൂടിയായിരുന്നു. തന്റെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് മഹാനവർ കാണിച്ചത്. മരണശേഷവും മഹാനവറുകളുടെ ആ കറാമത്തുകൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. മഹാനവറുകളുടെ മഖബറിൽ വന്നുകൊണ്ട് മഹാനവറുകളെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ഉത്തരം നൽകുന്നതിലൂടെയും മഹാനവറുകൾ സ്ഥാപിച്ച ഈ കൊടിമരത്തിന്റെ കീഴിൽ വന്നുകൊണ്ട് ഇവിടെ വന്ന് ഓരോ മാസവും നടക്കുന്ന ദിക്റ് മജ്‌ലിസുകൾ നടക്കുന്ന മജ്‌ലിസുകൾ പങ്കെടുക്കുന്നതിലൂടെ അവരുടെ ഉദ്ദേശങ്ങൾ സഫലീകരിക്കുന്നതിലൂടെ ഒക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യങ്ങളാണ്. തന്റെ മരണശേഷവും ഇവിടെ ആത്മീയമായ പ്രഭ ഇവിടെ നിലനിൽക്കണമെന്നുള്ള ആ ഒരു ചിന്തയായിരുന്നു മഹാനവറുകൾ ഈ വിശാലമായ ഈ കെട്ടിടം ഇവിടെ സ്ഥാപിക്കുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ ഇവിടെ ഒരുക്കി തന്നു. അതിനുവേണ്ടി ഇവിടെ നമുക്ക് മാതൃക ആയുള്ള മാർഗങ്ങൾ കാണിക്കുകയും മഹാനവറുകളുടെ കാലശേഷം അതിവിടെ ഉയർന്നു വന്ന് നമുക്കത് മഹാനവറുകളുടെ അഭിലാഷം പോലെ തന്നെ ഇവിടെ നിലനിർത്താനും സാധിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ആത്മീയമായ മജ്‌ലിസുകളിൽ പങ്കെടുക്കുന്നതിന് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. കാരണം മഹാനവറുകളുടെ സാന്നിധ്യം ഇത്തരം മജ്‌ലിസുകൾ ഉണ്ടാകും. ആ മഹാനവറുകളുടെ സാന്നിധ്യത്തിലൂടെ അള്ളാഹുവിന്റെ അനുഗ്രഹം ഇവിടെ വർഷിക്കുന്നു. ഇവിടെ വരുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിക്കുന്നു. ഇങ്ങനെയുള്ള മജ്‌ലിസുകളിൽ മലക്കുകളുടെ സാന്നിധ്യമുണ്ട്. നിരവധി സ്വാലിഹീങ്ങളായ സഹോദരങ്ങളുടെയും സഹോദരിമാരുടെയും പിഞ്ചുകുട്ടികളുടെയും ഒക്കെ സാന്നിധ്യമുണ്ടാകും. ആ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് അതിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള മജ്‌ലിസുകളൊക്കെ തന്നെ നാം പങ്കെടുക്കുകയും ജീവിതം ധന്യമാക്കുകയും അതിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, ബാധ്യതയാണ്. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമായി മാറണം, അള്ളാഹുവിലേക്ക് അടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിത തിരക്കിനിടയിൽ ഈ ഭൗതികമായ ലോകത്ത് നാം ജീവിക്കുമ്പോൾ ഈ ജീവിത തിരക്കിനിടയിൽ നമ്മെ സൃഷ്ടിച്ച അള്ളാഹുവിനെ മറക്കുകയാണ്. അള്ളാഹുവിനെ മറന്നുകൊണ്ട് ഈ ഭൗതികമായ ലോകത്തെ മാത്രം ഇഷ്ടപ്പെടുന്നവരായി അതിനുവേണ്ടി മാത്രം സമയം ചെലവഴിക്കുന്നവരായി മാറുന്നു.
നമ്മുടെ സമയവും ആരോഗ്യവും സമ്പത്തും എല്ലാം ഇങ്ങനെയുള്ള ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി, നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ചെലവഴിക്കുമ്പോൾ നമ്മെ സൃഷ്ടിച്ച അള്ളാഹുവിൽ നിന്ന് നാം അകലുകയാണ്. നേരെ മറിച്ച് മഹാനവറുകൾ നമുക്ക് കാണിച്ചു തന്നത് ഏത് പ്രതിസന്ധിയും എപ്പോഴും അള്ളാഹുവിനെ ഓർക്കണം എന്നുള്ളതാണ്. അള്ളാഹുവിലേക്ക് അടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിത ലക്ഷ്യമായി മാറേണ്ടത്.